ഈടും കൊടുത്തും നിങ്ങളുടെ ഈ ആശാൻ കുറെ പണി കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പണി പഠിച്ച പിള്ളേരപ്പോൾ സ്വന്തം കളമിട്ട് മുംബൈയിലും ചെന്നൈയിലും വലിയ കളി കളിച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ പവറ്. ഞാൻ പണി പഠിപ്പിച്ചവരാരും താഴോട്ട് പോയിട്ടില്ല. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഏത് പാതിരാത്രിക്കും പണി നടത്താൻ ധൈര്യമുള്ളവരായിരിക്കണം. ആരെ പച്ചയ്ക്ക് കൊളുത്താൻ പറഞ്ഞാലും അതിനുള്ള പവർ വേണം. അതുകൊണ്ടാ നിന്നെയൊക്കെ കൂടെ വന്ന 3-ാം മാസം ടൂള് കയ്യെ തന്നിട്ട് കളത്തിലിറക്കിയത്. ഇനി നിങ്ങ പറ മക്കളെ, അടുത്ത പണി വന്നിട്ടുണ്ട്. അത് നമ്മുടെ അല്ലുവിനെ കൊണ്ട് ചെയ്യിക്കാനാ എൻ്റെ പ്ലാൻ. ആശാൻ പറഞ്ഞ പോലെ തന്നെ അല്ലുവിനെ കൊണ്ട് ചെയ്യിക്കാം. അതെ ആശാനെ, ഇവൻ നമ്മുടെ പയ്യനല്ലേ, ഈ പണി ഇവൻ തന്നെ പണിയട്ടെ. ആശാനെ, ആ കാര്യം ഞങ്ങൾക്ക് സമ്മതാ പോരെ? അല്ലു, നീ ഓക്കെ അല്ലേ? പണിയൂലേ? നിങ്ങളൊക്കെ ഉള്ളപ്പോൾ എനിക്കെന്ത് പേടി? സാധനം കൈത്താ പണിയാ. ആടാ, അത് നീ ചെയ്താൽ മതി. അല്ലു വന്നിട്ട് കുറച്ചലടായിട്ടുള്ളൂ. പഠിക്കട്ട പണി. നിനക്ക് വേണ്ടിയുള്ള എല്ലാ പ്ലാനും ഞാൻ റെഡിയാക്കി തരും. ഇവരുണ്ടാവും കൂടെ. ഇപ്പം നമുക്ക് തീർക്കാനുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയാ. അവനെ പച്ചയ്ക്ക് കൊത്തി കയറാനാ പണിയേൽപ്പിച്ച ടീം നമ്മളോട് പറഞ്ഞേക്കണേ. ബാക്കി സീനൊക്കെ അവർ നോക്കിക്കോളും. നമുക്കവനെ തീർത്താൽ മാത്രം മതി. അത് ഇപ്രാവശ്യം നീയാ ചെയ്യണ്ടേ. നീ ചെന്നൊരു കയറ്റിയാൽ മതി. അതിലവൻ സീനാവും ചെയ്യും. നമുക്ക് കുറച്ച് പൈസയും കിട്ടും. എടാ അല്ലു, എന്നും രാത്രി 8 മണിക്കായിരിക്കും അവൻ ആ വഴി പാസ് ചെയ്യുക. പണി ദിവസം നമ്മൾ ആ സ്ഥലത്ത് അവനെ നോക്കി തമ്പടിക്കണം. മുന്നിൽ കൊണ്ട് എത്തിച്ചേരുന്ന കാര്യം അത് നമ്മൾ ചെയ്യും. ആ സമയത്ത് ഞങ്ങളവനെ വളഞ്ഞിട്ട് കൂട്ടി ഓടിച്ച് മുമ്പിൽ കൊണ്ടുവരും. നീ ആ സമയത്തൊന്നും നോക്കണ്ട, അപ്പോൾ തന്നെ ഒറ്റയ്ക്ക് ചികിത്സിക്കോ. സുരേ, നമ്മൾ ഈ പണി ഓക്കെ ആക്കി കഴിഞ്ഞാൽ നേരെ പൊള്ളാച്ച് പിടിക്കാം. അതാശാൻ പറയേണ്ട കാര്യമുണ്ടോ? എപ്പോൾ വിട്ടെന്ന് ചോദിച്ചാൽ പോരാ. ആശാനെ, അപ്പം നമ്മുടെ ബാക്കി പ്ലാൻ എങ്ങനെയാ? എന്താ പിന്നെ വണ്ടി എടുക്കുമല്ലോ ആശാൻ? ചെക്കന് നാളെ നമ്മുടെ പരിപാടി എന്നു പറഞ്ഞു കൊടുക്കട്ടെ. ആടാ, നീ നമ്മുടെ ബാറിലോട്ട് വണ്ടി എടുക്കുക. 2 അടിച്ചിട്ട് ബാക്കി പരിപാടി ആലോചിക്കും. നാളെ ഒരു പൈസ വരും. എത്രയും പെട്ടെന്ന് പണി നടത്തണം. ദേ, ആ വളവ് കഴിഞ്ഞിട്ടാ നമ്മൾ പണി നടത്താൻ പോണ സ്പോട്ട്. നിനക്ക് പണി നടത്താനുള്ള നല്ല കിടലൻ ഐറ്റം നമ്മൾ റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അതങ്ങ് ആശാൻ കൈത്തരും, അല്ലേ ആശാനെ? പിന്നെ അല്ല, പറഞ്ഞു കൊടുക്കടാ. ഞങ്ങൾക്കൊക്കെ ആശാൻ തന്നിട്ട് ടൂള് കയ്യിൽ നിന്ന് വളിയിട്ടില്ല. ആശാനെ, നമുക്ക് തോക്ക് വെച്ചിട്ട് പണി പ്ലാൻ ചെയ്താലാ? അതേടാ, തോക്ക് നിന്റെ അണ്ണാക്കിൽ വെച്ച് പൊട്ടിക്കാടാ. അപ്പൊ സൗണ്ട് ഉണ്ടാവില്ലല്ലോ. നിനക്ക് ആൾക്കാരെ കാണിക്കാൻ വെടിക്കെട്ട് നടത്താനാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് പോടാ. അല്ല, ഞാൻ പറഞ്ഞതാ. അഭിപ്രായം പറയാൻ പാടില്ല. കത്തിയടാ. വാടാ, പണിയുണ്ട്. കാടിളക്കിയോടും പടയിറക്കിയാടും വീര്യമോടെ ആശാൻ, കോപമോടെ ആശാൻ. ആശാൻ മാസ് ടോട്ടൽ ഗാങ്, ആശാൻ മാസ് സൂപ്പർ സ്റ്റൈല്.
ആശാൻ അമ്പു വെച്ചൊരാശാൻ പതുങ്ങി നിൽക്കുമാശാൻ ചാടിക്കേറുമാശാൻ ആശാൻ മാസ് ടോട്ടൽ ഗാങ് ആശാൻ മാസ് സൂപ്പർ സ്റ്റൈല് നിങ്ങൾ അങ്ങോട്ട് കിട്ടോ. സുരേ ടൂൾ കൊടുക്കടാ. സേഫായിട്ട് വേണം. അവൻ വരുന്നവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ? നിങ്ങൾ എവിടെ ഉണ്ടാവും? ഞങ്ങൾ അപ്പുറത്തുണ്ടാവും. ഡാ അവൻ വന്നു കഴിഞ്ഞാൽ നോക്കണ്ട, തീർത്തോ. വാടാ. കതീര എടാ എന്താടാ? അല്ല നമ്മളിന്ന് പണിയാൻ പോണ ആളെ ലീവാണെങ്കിലാ? അല്ല വരുമല്ലേ? മോനെ, നീ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഇതിനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് ഒരാളുടെ ജീവൻ എടുക്കാൻ ദൈവത്തിനല്ലാതെ ഒരാൾക്കും അവകാശമില്ല. ഞാനൊരു കാര്യം പറയാം. ഒരു വ്യക്തി ദൈവത്തിന് കത്തെഴുതി. ദൈവം അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി മറുപടിയും എഴുതി. ആ വ്യക്തി അത് സ്വന്തം ബ്ലോഗിലേക്ക് വേണ്ടി പകർത്തിയും എഴുതി. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കത്ത്. നീ ഇതൊന്ന് വായിക്കണം. വായിക്കണമെങ്കിൽ പോയോ? ദൈവത്തിൻ്റെ കത്ത്. ഒരു സുഹൃത്താണ് പോൾ കലാനിധി എഴുതിയ വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന പുസ്തകം വായിക്കാൻ നിർദ്ദേശിച്ചത്. ആ പുസ്തകം വായിച്ചപ്പോഴാണ് ജീവിതത്തിലെ സമയത്തെക്കുറിച്ച് ഞാൻ ബോധവാനായത്. എത്ര കുറച്ച് സമയം മാത്രമേ നമുക്ക് ദൈവം ഇവിടെ തന്നിട്ടുള്ളൂ. അതാലോചിക്കുമ്പോൾ സങ്കടം വരും. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്യാറുള്ളത് പോലെ ഇത്തവണയും ദൈവത്തിനൊരു കത്തെഴുതി. പതിവ് പോലെ കൃത്യമായ മറുപടി വന്നു. അദ്ദേഹം എഴുതിയ മറുപടി ഞാനിവിടെ പകർത്തുന്നു. മരണം മുന്നിലെത്തിയ ഒരാൾ എഴുതിയ പുസ്തകം വായിച്ച് തകർന്നപ്പോഴാണ് ഇത്തവണ നിനക്ക് എഴുതാൻ തോന്നിയത്. നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അനുവദിച്ച സമയത്തെക്കുറിച്ചാണ് ഇത്തവണ നിന്റെ ആകുലതയും പരാതിയും. ശരാശരി 70-80 വയസ്സ് വെച്ചാണ് ഞാൻ മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കാറുള്ളത്. എല്ലാ മനുഷ്യർക്കും ഞാൻ 24 മണിക്കൂർ മാത്രമേ ദിവസത്തിൽ നൽകിയിട്ടുള്ളൂ. 1 സെക്കൻഡ് ഒരാൾക്കും അധികം നൽകിയിട്ടില്ല.
എന്നാൽ നിങ്ങൾ ഓരോരുത്തരും അത് ഉപയോഗിക്കുന്നത് ഏത് തരത്തിലൊക്കെയാണ്. മതം, ജാതി, വർഗം, വർണ്ണം, ദേശമെന്ന് സ്വയം വേർതിരിഞ്ഞ് തമ്മിൽ തല്ലാൻ, കേസുകൾ കൊടുക്കാൻ, കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ, ജയിലിൽ കിടക്കാൻ എന്ന് വേണ്ട എത്ര കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഒരാവശ്യമില്ലാതെ സമയം ചെലവഴിക്കുന്നത്. നിനക്കൊക്കെ എന്നാ വേണ്ടേ? എടാ നായിൻ്റെ മോനെ, നീ കിടന്ന് കരഞ്ഞാൽ നിന്നെ ഇപ്പം തീർക്കും, അല്ലെ കുറച്ച് സമയം കിട്ടും. ലാലു, ഇത് നിന്റെ സീനാ, കഴിക്കോ. അവനങ്ങോട്ട് തീർക്കണം, അങ്ങോട്ട് വെട്ടി കൂട്ടണ അവനെ. എടാ അവൻ്റെ കത്തി ഉടയ്ക്കണം. എന്നാ കുത്തി കീറണം അവനെ. എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതാ. പ്ലീസ് എന്നെ വെറുതെ വിടണം. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, എം ടി വാസുദേവൻ നായർ, ഹരിപ്രസാദ് ചൗരസ്യ, അമർത്യ സെൻ, മമ്മൂട്ടി, യേശുദാസ്, ലതാ മങ്കേഷ്കർ, മറഡോണ, സച്ചിൻ, ഇളയരാജ, AR റഹ്മാൻ, ഇവർക്കെല്ലാം ഞാൻ ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേ നൽകിയിട്ടുള്ളൂ. കളവ് കേസിൽ പിടിക്കപ്പെട്ടും കൊലപാതകം ചെയ്തും ജയിലിൽ കിടക്കുന്നയാൾക്കും ഞാൻ അത്രമാത്രം സമയം തന്നെ നൽകിയിട്ടുള്ളൂ. അപ്പോൾ എത്ര സമയം നൽകി എന്നല്ല, അതെങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് കാര്യം. വലിയ അത്ഭുതങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ച എല്ലാവരും സമയത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു. ഒരു തുള്ളി പോലും കളയാതെ അവർ അത് ഉപയോഗിച്ചു, അധ്വാനിച്ചു, നല്ല കാര്യങ്ങൾ ചെയ്തു, ഉയരങ്ങളിലേക്ക് പോയി. മോനെ, ഞാൻ കാല് പിടിക്കാം, പ്ലീസ് എന്നെ വെറുതെ വിടണം. പ്ലീസ് 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 എന്നെ ഒന്നും ചെയ്യില്ലേ. പ്ലീസ് പ്ലീസ്, ഞാൻ പോകട്ടെ. പ്ലീസ്. പോലീസ് പോലീസ് നിന്നെ ഇപ്പം തീർക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ പറ്റും. കണ്ണോടാ നിനക്ക്. എന്നാലും നീ ചെയ്ത് തണിത്തരായി പോട്ടോ. ആശാനെ തീർക്കട്ടെ. നീ പറ, നിനക്കെന്താ പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായത്? കാശ് വാങ്ങിയ പരിപാടിയാ? നാളെ വാ, ഒന്നുകൂടി നോക്കാം നമുക്ക്. നിന്നെ വെച്ച് പ്ലാൻ ചെയ്ത പരിപാടി നീ തന്നെ ചെയ്താൽ മതി. ഇല്ല ആശാനെ, ഞാൻ ഈ പണിയൊക്കെ നിർത്തി. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാ. ഇന്നലെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് വേറൊരാൾ ഇത് കത്ത് എൻ്റെ മുഖത്ത് വെച്ച് കഴിഞ്ഞിട്ട് അയാൾ പോയി. പറ്റെങ്കിൽ ഇതൊന്ന് വായിക്കേ. ഞാൻ പോവാണ് ആശാനെ. ലാലു, ജീവിതം എന്നത് ഒരു മരച്ചുവട്ടിലെ മനോഹരമായ മയക്കം മാത്രമാണ്. അത് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വിലയും അമൂല്യതയും മനസ്സിലാവും. പിന്നെ ഒരു നിമിഷം പോലും അനാവശ്യമായി കളയില്ല. ചെയ്യുന്നതെന്തും
സർഗാത്മകവും നന്മയുള്ളതുമാകും. അങ്ങനെ ആവുമ്പോൾ ഓരോ നിമിഷവും പൂർണ്ണമാകും. അത് മനസ്സിലാക്കി ജീവിക്കുക. ഒരാൾക്ക് മറ്റൊരാളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ അവകാശമില്ല. എൻ്റെ കാര്യങ്ങളിൽ ആകുലരാവാതിരിക്കാൻ എല്ലാവരോടും പറയുക. പ്രപഞ്ചത്തിൻ്റെ മൊത്തം കാര്യം നോക്കുന്ന എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിയുള്ളവർ നിങ്ങളെ പരിഹസിക്കും. അതുകൊണ്ട് എന്നെയും ദുഷ്ടചിന്തകളെയും വിട്ട് സ്വന്തം ജീവിതത്തെ നല്ലതാക്കാൻ ശ്രമിക്കുക. തുടർന്നും അദ്ദേഹം കുറേ കാര്യങ്ങൾ എഴുതി. അത് ഇനി ഒരവസരത്തിൽ പറയാം. കത്ത് അവസാനിക്കുന്ന വരികളിലെ വാക്കുകൾ എന്തോ വീണ് പടർന്നിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കണ്ണീറായിരിക്കണം. അദ്ദേഹം കരഞ്ഞത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. സങ്കടം കൊണ്ടാണോ അതോ ദേഷ്യം കൊണ്ടാണോ അതും എനിക്കറിയില്ല. സ്നേഹപൂർവ്വം, മോഹൻലാൽ. അച്ഛൻ എന്താണ്? എന്താണ് അച്ഛനെ? അശനെ എന്താണ് അശനെ? എന്താണ്? എനിക്ക് അമ്മച്ചിനെ കാണണം. എനിക്ക് പോണം. ഞാൻ നാട്ടിൽ പോവാ. അശനെ കാര്യം പറ. പോടാ. എല്ലാരും പോ. ഒരാളും വേണ്ട. എനിക്ക് എന്റെ അമ്മേനെ കാണണടാ. 6 വർഷമായിടാ ഞാൻ വന്നിട്ട്. എനിക്ക് എന്റെ അമ്മേനെ കാണണടാ. പോടാ. എല്ലാരും പോ. ആരും വേണ്ട. പോടാ. എന്താണ് അമ്മേനെ കാണണടാ എനിക്ക്. പോടാ. സാറേ എങ്ങോട്ടാ പോണ്ട? ആശാനെ നിങ്ങളിപ്പോ ഇങ്ങനായി? അന്നൊരു സാധനം തന്നില്ലേ വായിക്കാൻ? പിന്നെ ഞാൻ ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെ ആവാനാ? ഓ സമാധാനായി. അല്ല ആശാനെ അവന്മാരൊക്കെ അവിടെ പോയി? അവന്മാരും വേറെ വഴിക്കൊക്കെ പോയി. തമ്പിയെ ചേച്ചിക്ക് ചായ എടുത്ത് കൊടുത്തടാ. ഹോ എന്ത് ചായയുടെ അത് കടുപ്പമില്ല മധുരമില്ല. തന്റെ മുതലാളിക്ക് കൊടുക്ക്, അല്ലെങ്കിൽ നീ കുടിച്ചോ. എന്റെ ചേച്ചി ഇത് ഞാനല്ല ഈ മെഷീൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാനും ഈ വണ്ടിയൊക്കെ ഇങ്ങനെ പോണ്. വലിയ കുഴപ്പമില്ല. അല്ല നീ എവിടേക്ക് പോണ്ട? എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ആശാനെ, അതേ ഞാൻ ഫ്രീ ആവും. ഞാനൊന്ന് ഫുള്ള് ഫ്രീയാ.
നമുക്കൊരു സീൻ ഒപ്പിക്കാം. എന്താ ആശാനെ, നല്ല സീനാണ്. അയ്യോ എന്തുട്ര സീന്? സീനൊക്കെ തൊട്ടപ്പുറത്തല്ലടാ, അതൊന്നര സീന്.